നമസ്കാരം. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക മസാലയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ ഈ വെണ്ടയ്ക്ക മസാലക്കറി തയ്യാറാക്കുന്നതിനായിട്ട് ഒരു 12 ഇളം വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് മൂത്ത വെണ്ടയ്ക്ക ഇതിനായിട്ട് എടുക്കരുത്. വെണ്ടയ്ക്കയെല്ലാം ഈ ഒരു നീളത്തിൽ തന്നെ ചരിച്ച് മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ഈ വെണ്ടയ്ക്കയെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുക വെണ്ടയ്ക്കയെല്ലാം 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വെണ്ടയ്ക്കയുടെ ആ ഒട്ടിപ്പിടിക്കലൊന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും. മീഡിയം ഫ്ലെയിം വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയുടെ ഒട്ടിപ്പിടിക്കലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഉപ്പ് ഈ സ്റ്റേജിൽ ചേർത്താലേ നമ്മളുടെ വെണ്ടയ്ക്കയിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്, നല്ലതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം. ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവോള വലുതായി കട്ട് ചെയ്തത്, തീരെ ചെറുതായി പോകരുത്, ഇതുപോലെ വലുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ 2 ചെറിയ പച്ചമുളക് നടുവേ കീറിയത്. ഇനി നമ്മൾ ഈ ചേർത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം, അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട്. തക്കാളി ഇതുപോലെ അരച്ച് ചേർക്കുന്നതാണ് നല്ലത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ ഈ കറിക്ക് അത്ര തിക്നെസ് വരത്തില്ല. ഇതുപോലെ അരച്ച് ചേർക്കുന്നതായിരിക്കും ഈ കറിക്ക് നല്ലത്. ഇപ്പോൾ നമ്മുടെ തക്കാളി പേസ്റ്റ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ഇതെല്ലാം വഴറ്റിയെടുത്തത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിനധികം ഗ്രേവി ആവശ്യമില്ല, 1 കപ്പ് വെള്ളം മാത്രം ഒഴിക്കാവൂ. ഈ സമയത്ത് ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം.
ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ വെണ്ടയ്ക്കയെല്ലാം ഗ്രേവിയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഏകദേശം 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കുമ്പോൾ ഈ മസാലയെല്ലാം നന്നായിട്ട് വെണ്ടയ്ക്കയിലേക്ക് പിടിക്കും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു പുളിപ്പ് നമുക്ക് ഈ കറിയിൽ കിട്ടും. സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും ഈ വെണ്ടയ്ക്ക മസാലയ്ക്കുള്ളത്. ആ നാരങ്ങയുടെ ഒരു പുളിപ്പും മസാലയുടെ ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ലൊരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.